നവീൻ ബാബുവിന്റെ മരണത്തിൽ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ച് ഭാര്യ മഞ്ജുഷ. കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും നവീനെ അപമാനിക്കാൻ പി ദിവ്യ ആസൂത്രണം നടത്തിയെന്നുമുള്ള അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശരിയാണെന്നും ഗൂഢാലോചന വ്യക്തമായെന്നും മഞ്ജുഷ പറഞ്ഞു. കുടുംബത്തിനേറെ ആശ്വാസം ലഭിക്കുന്ന കണ്ടെത്തലുകളാണിത്. കൂടുതൽ നിയമപോരാട്ടം നടത്താനും മുന്നോട്ടു പോകാനുമുള്ള ശക്തി കിട്ടിയെന്നും മഞ്ജുഷ പ്രതികരിച്ചു. സത്യസന്ധമായ ഈ റിപ്പോർട്ട് വന്നതിൽ വളരെ ആശ്വാസമുണ്ട്. ഒപ്പം റിപ്പോർട്ടിലെ ഗൂഢാലോചന വ്യക്തമായതാണ്. പി ദിവ്യയ്ക്കൊപ്പം പരാതിക്കാരനായ പ്രശാന്തും ജില്ലാ കളക്ടറും ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. അവരിലേക്ക് അന്വേഷണം നീളുന്നില്ലെന്നും പ്രശാന്ത് ചിത്രത്തിലേ ഇല്ലെന്നും മഞ്ജുഷ കുറ്റപ്പെടുത്തി. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ പങ്കും കേസിൽ അന്വേഷിക്കണം. നവീൻ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നത് കുടുംബാംഗങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. റിപ്പോർട്ട് പുറത്തു വന്നത് ഇപ്പോൾ തെളിവായി. നവീൻ ബാബുവിന്റെ മേൽ മറ്റു ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഭാര്യ മഞ്ജുഷ സൂചിപ്പിച്ചു. ആരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നീതി പ്രതീക്ഷിക്കുന്നില്ല. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും അവർ പറഞ്ഞു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് നീങ്ങും. നിയമ പോരാട്ടം തുടരുമെന്നും CPയിൽ നിന്നും ഒരു തരത്തിലുമുള്ള നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും മഞ്ജുഷ പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണത്തിൽ മുഖ്യപ്രതി TV പ്രശാന്ത് ആണെന്നും അയാളെ പ്രതി ചേർത്തിട്ടില്ലെന്നുമാണ് മഞ്ജുഷ ചൂണ്ടിക്കാട്ടിയ വിമർശനം. യാത്രയയപ്പ് ചടങ്ങിൽ ADM നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ പി ദിവ്യ ആസൂത്രണ നീക്കങ്ങൾ നടത്തിയെന്നാണ് നിലവിൽ പുറത്തുവരുന്ന മൊഴികൾ. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ. ചടങ്ങിന് മുമ്പ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചിരുന്നു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യ എന്നാണ് കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴി. ഇത്രയേറെ ആസൂത്രണം നടത്തിയിട്ടും വഴിയെ പോകുമ്പോൾ പരിപാടിക്ക് എത്തിയെന്നതായിരുന്നു ദിവ്യയുടെ പ്രസംഗം. പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതിനിടെ പി ദിവ്യക്കെതിരായ പാർട്ടി നടപടിയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ദിവ്യക്കെതിരെയുള്ള നടപടി കടുത്തുപോയെന്ന വിമർശനത്തിനായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. അഴിമതി ആരോപണം ദിവ്യ പാർട്ടിയോ സർക്കാർ സംവിധാനങ്ങളെയോ ആദ്യം അറിയിക്കണമായിരുന്നു. ദിവ്യക്കെതിരായ പാർട്ടി നടപടിയിൽ ഇനി ആർക്കും സംശയം വേണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.